ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിവിടെ നല്ല ഗ്രൈൻഡ് പണിയിലായിരുന്നു. ഇവിടുത്തെ എന്താ പറയുക, ഇതിപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ ഞാൻ ഇൻട്രോ എടുക്കണത് കേട്ടോ. ഇതിൻ്റെ മുന്നേ ഇൻട്രോ ഒക്കെ എടുത്ത് റെക്കോർഡൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എഡിറ്റ് ചെയ്യാൻ നോക്കുമ്പോഴാണ് ഭയങ്കര സൗണ്ടൊക്കെ നല്ല ഫുള്ളിലിരുന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മൈൻക്രാഫ്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടൊക്കെ നന്നായി കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് വേണം, ഇത് രണ്ടാമതൊന്നും കൂടി റെക്കോർഡ് ചെയ്ത് ഇപ്പോൾ ഇനി മുതൽ അങ്ങനെ ശബ്ദമൊന്നും ഉണ്ടാവില്ല. കാരണം ഞാൻ റെക്കോർഡും വീഡിയോ റെക്കോർഡും വോയിസ് റെക്കോർഡും വേറെ വേറെയാണ് ഞാൻ റെക്കോർഡ് ചെയ്യണത് ഇനി മുതൽ. അതുകൊണ്ട് ഇപ്പോൾ അധികം സൗണ്ടൊന്നും ഉണ്ടാവില്ല. ഞാൻ ഇവിടെ എന്താ പറയുക, ഒരു അയൺ ഫാമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഷോറിങ് ഫാമൊക്കെ ഉണ്ട്. പിന്നെ ഞാൻ ഓഫ് ക്യാമറ ചെയ്തെന്താണെന്ന് വെച്ചാൽ, ഇവിടെ എന്താ പറയുക, നമ്മുടെ സ്റ്റോറേജൊക്കെ ആകെ അലങ്കോലമായിട്ടൊക്കെ എടുക്കണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ഒന്ന് സോർട്ട് ചെയ്ത് ഇതാക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതൊക്കെ അങ്ങനെ സോർട്ട് ചെയ്തിട്ടുണ്ടായി. പിന്നെ വില്ലേഴ്സിന് ട്രൈഡ് ചെയ്തിട്ട് ഇത്ര എമറാൾഡ് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു 2 ഫുൾ സെറ്റ് ഡയമണ്ട് ആർമറൊക്കെ വാങ്ങിക്കണം. പിന്നെ എൻജോയ്മെൻറ്റ്സൊക്കെ ആഡ് ചെയ്യണം. അങ്ങനെ കുറേ പരിപാടികളുണ്ട്. ഇവിടെ വലിയൊരു ഫാമൊക്കെ നമ്മൾ ഉണ്ടാക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എന്താ പറയുക, വർക്കിംഗ് ഒക്കെയാണ്. ആരെയും കൂടെ വരണുണ്ടോ? അപ്പോൾ അയൺ ഫാം അത്യാവശ്യം എഫിഷ്യൻ്റ് ആയിട്ട് തന്നെ വർക്ക് ആവണമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ കുറച്ച് നേരത്തെ അയൺ എടുത്തത്, അതുകൊണ്ടാണ്. എന്നിട്ട് മാർക്ക് വില്ലേജിന് ട്രേഡ് ചെയ്തുള്ളൂ. പിന്നെ ഇത്ര എമറാൾഡ് ഒപ്പിച്ചെന്ന് വെച്ചാൽ, ഇവിടെ അയൺ ഫാമിൽ കുറേ നേരം എഫ് വെക്കും. എന്താണെന്ന് വെച്ചാൽ, ഇത് ഇവിടെ ഒരു ഡെർട്ട് കൊണ്ട് സംഭവം കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ ബെഡും വെച്ചിട്ട് അങ്ങനെ നിൽക്കും. ഇത് മൂടിയിട്ട് ഫോൺ ഓഫാക്കിയിട്ട് വേറെ എന്തെങ്കിലും ചെയ്യാണ്ട് കണ്ട് ചെയ്യും. എന്നിട്ട് അങ്ങനെ കുറേ നേരം നിന്ന് ഒരു 3-4 മണിക്കൂറൊക്കെ അങ്ങനെ എഫ് എടുത്തിട്ട് എന്താ പറയുക, അത്യാവശ്യം അയണൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ കൊണ്ടുപോയി ട്രേഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇത്രയും എമറാൾഡൊക്കെ ആയത്. പിന്നെ വേറൊരു കാര്യം, നമ്മളിത് മൾട്ടിപ്ലെയർ വേൾഡിലാണ്. ഞാനും ഗെയിമർ തേഴ്സിയാണ് ഇപ്പോൾ ഇതിൽ കളിക്കണത്. പക്ഷേ ഇപ്പോൾ ഗെയിമർ തേഴ്സ് ഇല്ല. കാരണം ഞാൻ ഇപ്പോൾ കളിക്കണത് നട്ടപ്പാതിരക്കാണ്. ഉറക്കമൊഴിച്ചിട്ടാണ് ഈ കളിച്ചുകൊണ്ടിരിക്കുന്നത്. സമയം ഇപ്പോൾ എത്ര, 10-12 1 മണിക്കായി തോന്നുന്നു. സമയം കൃത്യമായിട്ട് നോക്കിയാലോ അത് പറയാനിട്ടുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഗെയിമർ തേഴ്സ് ഇല്ല, ഇപ്പോൾ ഞാൻ മാത്രമേ ഇതിൽ കളിക്കണുള്ളൂ. പിന്നെ ഈ ട്രേഡിങ് ഹാളിൻ്റെ ഉൾഭാഗം എന്ന് പറയണത് പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഇങ്ങനെ ബെഡും പിന്നെ അപ്പുറത്ത് വർക്ക് സ്റ്റേഷൻ കുറച്ച് ഇങ്ങനെ വെച്ചിട്ടുള്ളൂ. ഇത്ര തന്നെ ഉള്ളൂ ഇവിടെ. നല്ല വലിയ നല്ല ബിൽഡ് പോലെ നോക്കി എടുത്തിട്ടില്ല ഞങ്ങൾ രണ്ടാളും കൂട്ടിയാണ് ഉണ്ടാക്കിയുള്ളത്. പിന്നെ നമ്മളിതൊക്കെ പൊളിച്ചു കഴിഞ്ഞിട്ട് രണ്ടാമതൊക്കെ റീബിൽഡ് ചെയ്യും. ഇപ്പം നമ്മൾ ഉണ്ടാക്കണ എല്ലാ സാധനങ്ങളും ഇപ്പം എന്തായാലും ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, ഡ്രാഗനെ കൊല്ലാൻ പോണതിന് മുന്നേ എന്തുണ്ടാക്കിയാലും ആക്കെ പൊളിച്ചിട്ട് രണ്ടാമത് റീബിൽഡ് ചെയ്യും. നല്ല ഭംഗിയിലൊക്കെ നമ്മൾ ഉണ്ടാക്കും. പിന്നെ എന്താ, വേറെ ട്രേഡൊക്കെ ചെയ്തിട്ട് കുറേയൊക്കെ മാക്സ് ആക്കിയിട്ടുണ്ട്. കുറേ എല്ലാവരും മാസ്റ്റർ ആക്കിയിട്ടുണ്ട്. നമുക്കിനി പതിയെ എമറാൾഡ് കിട്ടുമ്പോൾ വാങ്ങിച്ചാൽ മതി. മറ്റേ ടൂൾ സ്മിത്തും ആർമറിനൊക്കെ ഞാൻ കുറേ മാക്സ് ആക്കിയിട്ടുണ്ട്. ഇത് എഫിഷ്യൻസി 5 ഒക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുഴപ്പമില്ലാണ്ട് ഇപ്പോൾ അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ അതാണ് ഈ ട്രേഡിങ് ഹാളിലത്തെ കാര്യങ്ങളൊക്കെ. നമുക്ക് പുറത്താണ് കുറച്ച് പണിയുള്ളത്. പണിയെന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല. നമുക്ക് ചെറിയ ചെറിയ എന്താ പറയുക പണികൾ, അത്ര വലിയ കാര്യമായിട്ട് പണിയൊന്നുമില്ല. അപ്പോൾ അതാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പോൾ വേഴ്സുണ്ടാക്കാൻ പോകുന്ന സ്ഥലം കാണിച്ചു തരാം. നട്ടപ്പതിരക്ക് ഉറക്കം വെച്ചിരിക്കണം. നല്ല ഉറക്കം വേണം. ഒരു ബിസ്ക്കറ്റ് നിന്നാണ്, വേറൊന്നുമില്ല. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ബേസ് വരുന്നത്. ഇത് നേരെ കുഴിച്ചിട്ട് ബെഡ്റോക്ക് വരെ പോകും. ആടാ, പിന്നെ നമ്മൾ ഈ ബിസ്ക്കറ്റ് ചായ മുക്കി തിന്നുമ്പോൾ ഈ പകുതിക്ക് വെച്ചിട്ട് ബിസ്ക്കറ്റ് ഒടിഞ്ഞു പോവില്ലേ? ആ സമയത്തൊരു എന്താ പറയുക, പ്രത്യേകതരൊരു മാനസികാവസ്ഥയാണ്. എന്താ പറയുക, ഭയങ്കര ദേഷ്യവും സങ്കടമൊക്കെ വരും. അത് എനിക്ക് മാത്രമാണോ എന്നറിയില്ല. നിങ്ങൾക്ക് കൂടെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ ഈ ബിസ്ക്കറ്റ് മുമ്പേക്ക് അതുപോലെ. അപ്പോൾ ആ സംശയങ്ങൾ നിങ്ങളോട് തീർക്കാൻ വെച്ചിട്ടേ ചോദിച്ചതാണ്. അപ്പോൾ ഒന്ന് പറഞ്ഞേരണേ, എനിക്ക് മാത്രമാണോ അല്ലേന്ന്. അതോ എനിക്ക് മാത്രമാണെങ്കിൽ വേഗം തന്നെ ഡോക്ടറെ പോയി കാണാനാണ്. പിന്നെ നമുക്ക് ഡയമണ്ട് പിക്കാക്സൊക്കെ ആയിട്ടാണ് ഞാൻ ഈ എന്താ പറയുക, ലാവ് എടുക്കാൻ വേണ്ടിയിട്ടേ. എനിക്ക് ബ്ലിസ്റ്റോണ്ട് ഇതിലൊരു സംഭവം കണ്ട, അതിൽ ലാവാണ്.
അപ്പോൾ അത് എടുക്കാൻ വേണ്ടി താഴെ കുഴിച്ച് പോകുമ്പോൾ അന്ന് നമ്മൾ നെതർ പോർട്ടലുണ്ടാക്കിയ സംഭവമില്ലേ ആ കേവ് അവിടെ ലാവുണ്ടായിരുന്നില്ലേ എടുക്കാൻ പോകുമ്പോൾ പോണ വഴിക്ക് കിട്ടിയതാണ് ഒരു 3 ഡയമണ്ട്. 3 ഡയമണ്ട് തന്നെ. അപ്പോൾ അത് വെച്ച് പിക്കാക്സ് ഉണ്ടാക്കി. അപ്പോൾ നേരെ മറ്റേ എന്താ പറയുക നെതർ പോർട്ടൽ പൊട്ടിച്ചെടുത്തിട്ട് പോന്നു. അല്ല നമുക്ക് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നാൽ മതിയോ, നമ്മളിതുവരെ ഇവിടെ ഒന്നും ബിൽഡ് ചെയ്തില്ല. അപ്പോൾ ഒരു കാര്യം ചെയ്യുക, ഇപ്പോൾ സമയം നല്ല ലേറ്റ് ആയിക്കണം. ഞാൻ ഒന്ന് പോയി കിടന്ന് ഉറങ്ങിയിട്ട് നാളെ രാവിലെ എഴുതിയിട്ടിട്ട് ബാക്കി റെക്കോർഡ് ചെയ്യാം, അതായിരിക്കും നല്ലത്. നേരം വെളുത്തിട്ട് റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ കുറച്ചൊന്ന് ലേറ്റായി പോയി. ഇന്നലെ നമ്മൾ എപ്പോഴാണ് റെക്കോർഡ് ചെയ്തത് അതേ സമയത്താണ് ഇപ്പോഴും ഞാൻ റെക്കോർഡ് ചെയ്യണത്. നീക്കാൻ കുറച്ച് നേരം വൈകി, ഉച്ചക്കൈയാണ് നീക്കുമ്പോൾ. പിന്നെ വേറെ കുറേ പണികളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. ഇന്ന് പിന്നെ ലീവുമാണ്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം, ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അതാണ് പറഞ്ഞത് ഇന്ന് ലീവാന്ന്. ഇന്നിപ്പോൾ നമുക്ക് കുറച്ച് എന്തെങ്കിലും ചെയ്യാം. നമുക്ക് കുറച്ച് ലെക്ചർ ഉണ്ട്, നമുക്ക് കുറച്ച് ബുക്കൊന്ന് വാങ്ങണം. അപ്പോൾ ലെക്ചറിനെ വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള ബുക്കൊക്കെ ഒന്ന് ഒപ്പിക്കാം. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഇപ്പോഴും ഗെയിമർസ് ഇപ്പോൾ ഇത് കളിക്കില്ല, ഈ സമയമായതുകൊണ്ട്. ഇന്നലത്തെ അതേ സമയം തന്നെയാണ്, പുലർച്ചെയാണ് ഇപ്പോൾ സമയം. അപ്പോൾ ഈ എപ്പിസോഡ് എന്തായാലും ഗെയിമർസ് ഉണ്ടാവില്ല, അതുകൊണ്ട് ഈ എപ്പിസോഡിൽ തന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ആവശ്യമുള്ള ബുക്ക് മാത്രം ഒപ്പിക്കാൻ. അപ്പോൾ അടുത്ത എപ്പിസോഡ് മുതൽ ഓനുണ്ടാവും. അപ്പോൾ നമുക്ക് നല്ല നല്ല വലിയ ബിൽഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫാമുകളൊക്കെ ഉണ്ടാക്കാം. നമുക്ക് ഡ്രാഗനെ കൊല്ലാനുള്ള പ്രിപ്പറേഷനിലേക്ക് ഇതാക്കാം. ഇതും ഡ്രാഗനെ കൊല്ലാനുള്ളത് തന്നെയാണ്. അപ്പോൾ ഓനും കൂടി വന്നിട്ട് കുറച്ചും കൂടി ഒരു ഇതാവും. അപ്പോൾ നമുക്ക് ഇനി ഇത് ലെക്ടേൺ വെക്കാൻ തുടങ്ങാം. ആക്സ് എടുത്തില്ല, അതൊന്നും എടുക്കട്ടെ. അപ്പോൾ ആക്സ് കിട്ടിയിട്ടുണ്ട്. അതിലിൻ്റെ ടെസ്റ്റർ പാക്കും ഇതൊക്കെ പോയിക്കാണ്, എന്താ ഷേഡറൊക്കെ പോയിക്കാണ്. അത് ഞാൻ ഇപ്പോഴാണ് അറിയണത്. ഞാനിതിൽ മറ്റേ ചെസ്റ്റിൽ നിന്ന് ഇൻവെൻട്രിക്ക് ഐറ്റംസ് എടുക്കാൻ ഒരു ഫാസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടൊരു മോഡ് ഇട്ടിട്ടുണ്ട്. പിന്നെ ക്രാഫ്റ്റിങ്ങിനൊരു മോഡൊക്കെ ഇട്ടിട്ടുണ്ട്, അതൊന്നും ഇപ്പോൾ ഇല്ല, അപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ നമുക്ക് ഇനി ഇത് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ആരെങ്കിലും ഒരാൾ വർക്ക് സ്റ്റേഷൻ നമുക്ക് പൊട്ടിക്കണം. ഇത് പൊട്ടിക്കണ്ടേ, നമുക്ക് കമ്പോസ്റ്റർ പൊട്ടിക്കുക. തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നം പോലെ ഉണ്ട്, അതാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇന്ന് ശബ്ദം വരുന്നത്. ഓക്കെ, ഒരാൾ ലിങ്ക് ആയിട്ടുണ്ട്. ആരാണ് ഇവരെന്ത് തരുന്നത്? ബുക്ക് ഷെൽഫാണ്. അപ്പോൾ ആവശ്യമുള്ളതിനു നമുക്ക് വേണ്ട ട്രേഡ് ഇതിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ അത് വെച്ച് പൊട്ടിച്ചിട്ട് തന്നെ ഇരുന്നോണ്ടിരിക്കണം, കുറേ സമയം ഇരിക്കണം. ഇവന്മാരെ കാര്യമാണ്, ത്രോൺസ് വന്ന ആവശ്യമില്ല. അപ്പോൾ എന്താ വരുന്നത്, നമുക്ക് ഫോർച്യൂൺ 3 കിട്ടിയിട്ടുണ്ട്. 28 എമറൽഡാണ്. അത് വലിയ കുഴപ്പമില്ലായിരുന്നു, അധികം നേരം ഞാൻ ആയിരുന്നില്ല, ഒരു 5 മിനിറ്റ് പോലും ഉണ്ടാവില്ല. അത്ര റെക്കോർഡ് സ്റ്റോപ്പ് ചെയ്തിട്ട് മൂന്നാമത്തെ ട്രൈഡായിട്ടാണ് ഇത് പൊട്ടിച്ച് വെക്കണത്. ഫോർച്യൂൺ 3 വലിയ കുഴപ്പമില്ല, ഞാൻ വാങ്ങിക്കണം. ഫോർച്യൂൺ 3 ആവശ്യം വരും. പിക്സ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ വല്ല ഡയമണ്ട് എന്തെങ്കിലും കിട്ടണമെങ്കിൽ നല്ല യൂസാവും. അപ്പോൾ ഞാൻ കുറച്ച് പേപ്പർ എടുത്തിട്ട് അവന്മാരൊന്ന് ട്രേഡ് ചെയ്തിട്ട് കേട്ടോ, ഒന്ന് ലോക്കാക്കട്ടെ. അപ്പം കയ്യിൽ കുറച്ച് പേപ്പർ വെച്ചിരിക്കും, ഞാനാണെങ്കിൽ എടുക്കാനും മറന്ന് പേപ്പർ. അപ്പോൾ അത് ആക്കിയിട്ട് അവന്മാരിലൊന്ന് ലോക്കാക്കണം. ഓക്കെ, നമുക്ക് ആവശ്യമുള്ള പേപ്പർ കിട്ടിയിട്ടുണ്ട്. എത്ര അത്യാവശ്യമുണ്ട്. മറ്റേ ഫാസ്റ്റ് ക്രാഫ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര പണിയാണ് ഇത് ക്രാഫ്റ്റ് ചെയ്യാൻ. ഒരു സ്റ്റാക്കിന് മേലെ കിട്ടിയിട്ടുണ്ട്, അതൊക്കെ ധാരാളം തന്നെയാവും. 2 സ്റ്റാക്ക് അടുപ്പിച്ച് 2 സ്റ്റാക്കിന് മേലെ കിട്ടിയിട്ടുണ്ട്. 2 സ്റ്റാക്കും 16 കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ ഇതൊക്കെ മതിയാവും, ഇത്ര ധാരാളമാണ് നമുക്ക്. ഈ പേപ്പർ കൊടുത്തിട്ട് ഇനി അവനെ ലോക്കാക്കുക. എവിടെ കാണാനില്ലല്ലോ, എവിടെ പോയി ശിവന്മാരെ കൊണ്ടിത്. ഓക്കെ, ഇവരെ നമ്മൾ ലോക്കാക്കിയിട്ടുണ്ട്. ഫോർച്യൂൺ 3 നമുക്ക് ഇനി അടുത്ത ആളെ നോക്കാം. ഫസ്റ്റത്തെ ട്രേഡ് ഇവൻ എന്താ തരുന്നത്, ആരെ ലിങ്കായുള്ളതേക്ക് അറ്റത്താണ് കേട്ടോ. ഓന് വരുമോ, അല്ലെങ്കിൽ കണ്ടു പോവുക, കണ്ടു വന്നല്ലെങ്കിൽ ഞാൻ കണ്ടു പോകും. ഇവന് ഡെപ്സ് റൈഡ് 2 ആണ് തന്നെ, നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഒന്നുകൂടി പൊട്ടിച്ച് വെക്കുക. അപ്പോൾ ഇനി നല്ല എന്തെങ്കിലും എൻചാൻമെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ വരുന്നേ, ഒരുപാട് സമയം കഴിഞ്ഞ് അവസാനം നമുക്ക് കിട്ടി പ്രൊട്ടക്ഷൻ 4 31 എമറാൾഡിന്. അത് വലിയ കുഴപ്പമില്ല, എന്നാലും കുറച്ച് കൂടുതലാണ്. പക്ഷേ കുറേ സമയമായിരുന്ന് ഇത് കിട്ടാനിട്ട്. ഞാൻ എന്തായാലും ലോക്ക് ചെയ്തിട്ടുണ്ട്.
ഇതുപോലെ ഇനി ഓരോന്ന് വെച്ച് വെച്ച് പോകണം. അൺബ്രേക്കിംഗ് 3 വേണം നമുക്ക് ഇനി, അതാണ് വേണ്ടിയത് ആർമറിലേക്ക് ചേർക്കാൻ. നമ്മൾ ഡ്രാഗനെ കൊല്ലാൻ പോകുമ്പോൾ തൽക്കാലം പ്രൊട്ടക്ഷൻ 4ഉം അൺബ്രേക്കിംഗ് 3യും എൻഡിങ് മാത്രമേ ആർമറിൽ ചേർക്കണുള്ളൂ. അത് കഴിഞ്ഞിട്ട് ബാക്കി എൻജോയ്മെൻറ്റ്സൊക്കെ നമ്മൾ ചേർക്കാം. അപ്പോൾ അടുത്ത നല്ല എൻജോയ്മെൻറ്റ് തന്നെ കിട്ടുന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാം. വീണ്ടും ഒരുപാട് സമയം കഴിഞ്ഞു. നമുക്ക് സീൽ ടച്ച് കിട്ടിയിട്ടുണ്ട് 8 എമറാൾഡിന് കേട്ടോ. അത് നല്ലൊരു തന്നെ ഫൈൻഡ് തന്നെയായിരുന്നു. അപ്പോൾ അത് നമുക്കണ്ട് ലോക്ക് ചെയ്തേക്കാം. ഒരുപാട് സമയം ഇരുന്നിട്ട് ഞാൻ എന്തോരം സമയം. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ആളെ നോക്കാം. അപ്പോൾ ഇതാ വരണേ. അയ്യോ, ഈ ബഗ്ഗർ ഓക്കഡിഷൻ്റെ കാര്യം ഞാൻ നല്ലപോലെ ഇവിടെ ട്രേഡ് മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. പാക്കിങ് ഒരു പൊട്ടിത്തെറി, എന്തോ ക്രീപ്പർ പൊട്ടി അടിച്ചാൽ തോന്നുന്നത്. പക്ഷെ ഞാൻ ഇതിൻ്റെ ഉള്ളിലാണ്, പിന്നെ എങ്ങനെ പുറത്തുനിന്ന് ക്രീപ്പർ പൊട്ടി അടിക്കുക? അതറാട് സൂമ്പിയൊക്കെ നിൽക്കണ എൻഫാമിൻ്റെ ഭാഗമൊക്കെ പോയി. കില്ലിങ് ഏരിയ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയാണ്. ഇവന്മാരൊക്കെ എത്ര നേരം ഇരുന്നിട്ടാണെന്നറിയാൻ മറ്റേ ഹോറൊക്കെ ഒപ്പിച്ചത്. സിട്ടച്ചിട്ട് പോയാണാവോ എന്തോ. ഒരു കാര്യം ചെയ്യുക, വേഗം കണ്ട് ഗെയിം റിസ്യൂം ചെയ്തിട്ട് കയ്യിൽ വാളുണ്ടെന്ന് തോന്നണേ. അപ്പോൾ ആ സൂമിന് ഫസ്റ്റ് അടിച്ചില്ല നമുക്ക്. സമയം 1:15. കുറേ സമയം ഇരുന്നിക്കണേ ആദ്യമേ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു കാര്യം ചെയ്യുക, വേഗം ഗെയിം റിസ്യൂം ചെയ്യുക, എന്നിട്ട് അവന്മാരെ പോയിട്ട് അടിച്ചു കൊല്ലുക. അതന്നെ. റെഡി, 1 2 3. എൻ്റെ വില്ലേജ് തൊടരുത്. നല്ല ലാഗ് അടിക്കണ്. അതാ ഒരുത്തൻ ലാവ മുങ്ങിച്ചാവണ്. അയ്യോ, അതന്നെ. ഒരുത്തൻ പോയാറാ. ഏതോ ലൈബ്രറിയിലാണ്. വേഗം അടിച്ചു തീയൊക്കെ സ്പ്രെഡ് ആവണം. അല്ലാ, വല്ലാത്തൊരു ഇതായാലും ഇത്. ബ്ലോക്കൂല കയ്യിൽ, ഇതാ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കണേ. എന്താണിത്? വേഗം അടിച്ചുവിട്ട്. ഞങ്ങളോട്ട് ഇങ്ങനെ കൊല്ലണം. ഇപ്പോൾ അങ്ങനെ കുറേ അടി അടിച്ച് കഴിഞ്ഞപ്പോൾ വേഗം അടച്ചുപൂട്ടി. ഈ തീയൊക്കെ അതോ ഒരുത്തിന് കത്തിക്കൊണ്ടിരിക്കണ ഉള്ളിൽ. അയങ്ങോടെന്താണ് അവിടെ കാട്ടണത്? ഞാൻ പേടിച്ചിട്ട് പറയണ വാക്കൊക്കെ തെറ്റിപ്പോവാണ്. വേഗം അടച്ചുപൂട്ട്. വേഗം അയങ്ങളുള്ളിൽ കയറിയിട്ടുണ്ട്. ഓന് പേടിച്ചിട്ട് ഉള്ളിൽ കയറി. ഈ പൊട്ടനെ കൊണ്ട് വില്ലേജ് കണക്കിന് അവന്മാർ സ്പോണാക്കണ അയങ്ങളും കണക്ക് തന്നെയാണ്. പക്ഷേ വരുമാനമൊക്കെ അയനെ വെച്ചിട്ട് നമ്മൾ ജീവിക്കുള്ളൂ. വേറെ കാര്യം, അതിന് ഒരു പ്രസക്തിയില്ല. ഓക്കെ, ഇവിടെ ഇപ്പോൾ സേഫായിട്ടുണ്ട്, വലിയ കുഴപ്പമില്ല. നമുക്ക് ഇനി ആരെങ്കിലും പോയിണ്ടെന്ന് നോക്കാം. അയങ്കുളത്തിനൊന്ന് തട്ടട്ടാ ചെയ്യാം. ഇവനൊരു അടി അടിക്കുക, എന്നിട്ട് വേഗം ഓടണം. മാറിക്കണുണ്ട് അടിക്കുക. ഒറ്റ ഓടിക്കോ. ഇതിൻ്റെ ഉള്ളിൽ കയറി മാറി പൂച്ചുണ്ട്. അവനിപ്പോൾ വരും. അയ്യോ, അടിച്ചടിച്ച് ചത്ത്. ഇവിടെ റീസ്പോൺ സെറ്റായതുകൊണ്ട് ഭാഗ്യം. ഇങ്ങനെ മിസ് ക്ലിക്കായാണ്. ഇപ്പം എല്ലാം കൂടി പോയായിരുന്നു. പിന്നെ വേറെ കാര്യം, നമ്മളെ സിൽ ടച്ച് വില്ലേജറില്ലേ, ഓന് പോയിട്ടുണ്ട്. 8 എമറാൾഡിന് ഓനെ കിട്ടിയിരുന്നു. ഇനിയിപ്പോൾ ഒക്കെ രണ്ടാമത് ഒപ്പിക്കണം. ഭ്രാന്ത്. ഇപ്പോൾ ഞങ്ങളത്തിന് ഒന്നും കൂടി കൊല്ലണം. ഇപ്പം ചെയ്ത പോലെ തന്നെ ഒന്നും കൂടി ചെയ്യുക. വേഗം പോയി അടിക്കുക, ഓടുക. ഇതവിടെ ബ്രീഡാവാനൊക്കെ തുടങ്ങിയിരിക്കണ്. ഒരു വില്ലേജ് പോയില്ല. അപ്പോൾ ഇവിടെ 20 ബെഡുണ്ട്. 20 അല്ല 25 ബെഡുണ്ട്. അവന്മാരെ ഫുള്ളാക്കാണ്. ഇതാ ഞങ്ങൾ വരുന്നുണ്ട്. അവിടെ ഒക്കെ ഉണ്ട്. ഇനി വേറുണ്ട് അവനെ അടിച്ചല്ല. ചത്ത്. അയാണ് പോയി എടുക്കുക. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ഇനി രണ്ടാമത് ഒപ്പിക്കാൻ നിന്നെക്കൊണ്ട് വയ്യ. ഇനിയിപ്പോൾ അയൺ ഫാം ഒന്ന് ബ്രേക്ക് ആയിട്ടുണ്ടാവും. ഒരു കുട്ടിയായില്ലേ, ഞാൻ ഒരു വലുതാണോ, ഒരു പുതിയ വർക്ക് സ്റ്റേഷനൊക്കെ ആവണം. ഈ സോമിയുടെ തല്ലുകൊള്ളു. എന്നാലും ഇവിടെ എങ്ങനെ ക്രീപ്പർ പൊട്ടി അടിച്ചേ? ഈ സോമിനെ കണ്ട ഈ ഭാഗത്തു നിന്ന് പൊട്ടിത്തെറിയേണ്ടി വന്നത്. എന്നാലും എങ്ങനെയാണാവോ? ഇവിടെ നിന്നല്ലേ, ഇവിടെ അല്ലേ? ഇവിടെ ആ കാലം കൊലയൊക്കെ എടുക്കണ്. ഇതൊക്കെ ശരിയാക്കണല്ലേ? ഇവിടെ ഇപ്പം എങ്ങനെ പൊട്ടിത്തെറിച്ചാണോ? ഞാനത് ശരിയാക്കട്ടെ, എന്നിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. ഇപ്പോൾ പോയാലാവേലി. അയ്യോ, അറിയാണ്ട് ലാവോടെ പുറത്തിറങ്ങാൻ പറ്റില്ല. ചത്തില്ല, സാധനം പോയടാ. ഇന്ന് 2 മരണം. 2 മരണമല്ല, 2 ആക്സിഡൻറ്റ്. ഈ ഗെയിമുണ്ടല്ലോ വല്ലാത്തൊരു തന്നെ. എന്നാൽ എങ്ങനെയാടാ ലാവിൽ ഞാൻ സ്ലിപ്പായി വീണത്? എൻ്റെ അല്ലാ, വയ്യ കളിക്കാൻ.
ഞാനേ വേറെ എപ്പിസോഡ് തീർത്തിട്ടേ പോയി കിടന്ന് ഉറങ്ങണേ, അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഞാൻ അയൽഫാം ഒന്ന് റെഡിയാക്കട്ടെ എന്തായാലും. ഓ, അത് ശരിയാക്കി. അപ്പോൾ അയൽഫാം കുഴപ്പമില്ലാണ്ട് വർക്കാവുന്നുണ്ട്. ഇനി ഞാൻ എപ്പിസോഡ് വേഗം തീർത്തിട്ടേ പോയി കിടന്ന് ഉറങ്ങണേ, ഞാൻ ചെയ്യാനില്ലാന്ന് ഒരിത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. കുറേ അബദ്ധങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ എപ്പിസോഡിൽ. ഫുള്ള് ട്രാജഡി തന്നെയായിരുന്നു. ഞാൻ ഒറ്റയ്ക്കും ഫുള്ള് ചാവൊക്കെ ചെയ്ത് വല്ലാത്തൊരു സംഭവമായിരുന്നു. കംപ്ലീറ്റ് സാധനങ്ങളെല്ലാം അവയെ പോയി. വല്ലാത്തൊരു എപ്പിസോഡായി. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്ര ഉള്ളൂ. നിങ്ങൾ പോയിട്ട് അടുത്ത എപ്പിസോഡിൽ വാ. അടുത്ത എപ്പിസോഡിൽ ഗെയിം ഓഫ് തേഴ്സ്ഡേ ഉണ്ടാവും. അപ്പോൾ ലാവേ പോണ പോലെ ഞങ്ങൾക്ക് രണ്ടാൾക്ക് ലാവേ വീഴാമല്ലോ. ബൈ ബൈ.